ശബരിമലയിലെ കാനനപാതയിലൂടെ ഇന്നു മുതൽ വീണ്ടും തീർത്ഥാടകരെ പ്രവേശിപ്പിക്കും. മഴ കാരണമാണ് കരിമല പുല്ലുമേട് വഴിയുള്ള യാത്ര താൽക്കാലികമായി പോലീസ് നിരോധിച്ചത്. കാനനപാത തുറക്കുന്നതോടെ പമ്പയിലെ തിരക്കും നിയന്ത്രിക്കാനാകും. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്തു നിന്നും സരീഷ് പി കെ ചേരുന്നുണ്ട്. സരീഷ്, രാവിലെ തന്നെ സന്നിധാനം വളരെ സജീവമായ കാഴ്ചയാണോ അവിടെ നിന്നുള്ളത്? ഇന്ന് മഴയൊക്കെ മാറി തീർത്ഥാടനം വളരെ സുഗമമായി നടക്കുന്ന കാഴ്ചയാണോ? രണ്ട് ദിവസം മുൻപാണ് വളരെ ശക്തമായ മഴ സന്നിധാനത്തും ഒപ്പം തന്നെ പമ്പയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഈ കാനനപാത വഴിയുള്ള യാത്ര അത് കൃത്യമായി നിരോധിക്കുക തന്നെ ചെയ്തിരുന്നു. രണ്ട് കാനനപാതകളാണ് ഈ സന്നിധാനത്തേക്ക് ഉള്ളത്. ഒന്ന് എരുമേലിയിൽ നിന്നും പമ്പയിലേക്കുള്ള കരിമല എന്ന് പറയുന്ന കാനനപാത, അതോടൊപ്പം തന്നെ പുല്ലുമേട് വഴിയുള്ള സന്നിധാനത്തേക്ക് എത്തുന്ന മറ്റൊരു കാനനപാത. ഈ രണ്ട് കാനനപാതയിലും നദികളും അതോടൊപ്പം തന്നെ മണ്ണ് ഇടിയാനുള്ള സാധ്യതകളുമൊക്കെ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസം കൃത്യമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസും ജില്ലാ കളക്ടറും തീരുമാനിച്ചത്. പക്ഷേ ഇന്നലെ മുതൽ സന്നിധാനത്തും ഒപ്പം തന്നെ മറ്റ് സമീപ പ്രദേശങ്ങളിലുമൊക്കെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തെളിഞ്ഞ കാലാവസ്ഥയാണ്. മണ്ണിടിയാനുള്ള സാധ്യതയില്ല എന്ന് വനം വകുപ്പ് പറയുന്നു. അതോടൊപ്പം തന്നെ വനം വകുപ്പ് ഈ മേഖലയിലൊക്കെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയും നിലവിലില്ല എന്ന സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ മുതൽ ആളുകളെ കയറ്റിവിടാം എന്നൊരു തീരുമാനമെടുത്തത്. രാവിലെ 8 മണി മുതലായിരിക്കും ആളുകളെ ഈ കാനനപാത കേന്ദ്രീകരിച്ച് ആളുകളെ കടത്തിവിടുക. അതോടൊപ്പം തന്നെ സന്നിധാനത്ത് കഴിഞ്ഞ 2 ദിവസമായി നല്ല തിരക്ക്, കഴിഞ്ഞ ഞായറാഴ്ച അല്പം തിരക്ക് കുറഞ്ഞെങ്കിലും 2 ദിവസമായി വലിയ തിരക്കുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഭക്തരുടെ വലിയ എണ്ണം സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. കാരണം ഇപ്പോഴും നമുക്ക് കാണാം ഫ്ലൈ ഓവറുകളിലും ഒപ്പം തന്നെ സോപാനത്തിന് മുന്നിലുമൊക്കെ നീണ്ട നിരയുണ്ട്. അതോടൊപ്പം തന്നെ താഴെ വലിയ നടപ്പന്തലിലും 18-ാം പടിക്ക് താഴെയുമൊക്കെ ഇപ്പോഴും ആളുകൾ കാത്തിരിക്കുകയാണ്, സന്നിധാനത്തേക്ക് എത്താനായി കാത്തിരിക്കുകയാണ്. ഇതുവരെ ഏതാണ്ട് 1/4 ലക്ഷത്തോളം പേർ, ഇന്ന് രാവിലെ 3 മണി മുതൽ ഈ സമയം വരെ ഏതാണ്ട് 1/4 ലക്ഷത്തോളം പേർ ദർശനം നടത്തി എന്നാണ് പോലീസ് നൽകുന്ന കണക്ക്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്നും ഏതാണ്ട് 80,000-ന് മുകളിലേക്ക് ആളുകൾക്ക് വൈകുന്നേരത്തോടെ, അതായത് രാത്രി 11 മണി വരെ ദർശനം നടത്താൻ സൗകര്യമുണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഏതാണ്ട് 80,000-ലേറെ ആളുകൾക്ക് ദർശനം നടത്തി മടങ്ങാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു തടസ്സവുമില്ലാതെ ഈ ദർശനം പൂർത്തിയാക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ 1 മണിക്കാണ് നടയടയ്ക്കുന്നത്. 12:30 ഉച്ചപൂജ കഴിഞ്ഞ് 1 മണിയാകുമ്പോഴേക്കും നടയടയ്ക്കും. പക്ഷേ അപ്പോഴും വലിയ തിരക്ക് ഈ പമ്പയിലും അതോടൊപ്പം തന്നെ നടപ്പന്തലിലും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നടയടച്ച ശേഷവും ഭക്തരെ കയറ്റിവിടുന്ന അല്ലെങ്കിൽ കയറ്റിവിടാനുള്ളൊരു തീരുമാനത്തിലേക്ക് പോയിരുന്നു. സാധാരണഗതിയിൽ 1 മണി മുതൽ 3 മണി വരെ നടയടയ്ക്കുന്ന സമയമാണ് ഉച്ചയ്ക്ക്. അപ്പോൾ ആ സമയത്ത് ഭക്തരെ കയറ്റിവിടാറില്ല. പക്ഷേ ഈ തിരക്ക് കണക്കിലെടുത്ത് ആ സമയത്തും ആളുകളെ കയറ്റിവിടും. ശബരിമലയിലെ കാനനപാതയിലൂടെ ഇന്നു മുതൽ വീണ്ടും തീർത്ഥാടകരെ പ്രവേശിപ്പിക്കും. രാവിലെ 8 മണി മുതൽ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കും. സന്നിധാനത്തെ തീർത്ഥാടനം സുഗമമായി തന്നെ മുൻപോട്ട് പോകുന്നതിനെ സംബന്ധിച്ചാണ് സരീഷ് പി കെ വിവരങ്ങൾ നൽകിയത്.